നമസ്കാരം. ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വയനാട് മുണ്ടക്കൈ ദുരന്തഭൂമിയിലെ ദൗത്യത്തിനു ശേഷം സൈന്യം മടങ്ങി. അടക്കാത്തോട് കൈലാസംപടിയിൽ ഭൂമിയിൽ വിള്ളൽ സംഭവിച്ചതിനെ തുടർന്ന് അപകട ഭീഷണിയായ കുടുംബങ്ങളെ ശാശ്വതമായി പുനരധിവസിപ്പിക്കണമെന്നും നഷ്ടപരിഹാരം നൽകുന്നതടക്കമുള്ള നടപടി വേഗത്തിലാക്കണമെന്നും അഖിലേന്ത്യാ കിസാൻ സഭ. റോഡിലേക്ക് മറിഞ്ഞു വീണ അപകട ഭീഷണി തീർത്ത മരം മുറിച്ചുമാറ്റി. ചാണപ്പാറയിലെ അപകടക്കെണിയൊരുക്കിയ കുഴികൾ നികത്തി. നടപടി ഹൈവിഷൻ വാർത്തയെ തുടർന്ന്. വിശദമായ വാർത്തകളിലേക്ക്. വയനാട് മുണ്ടക്കൈ ദുരന്തഭൂമിയിൽ ദൗത്യത്തിനു ശേഷം സൈന്യം മടങ്ങി. വ്യാഴാഴ്ച വൈകുന്നേരത്തോടെയാണ് ദുരന്തഭൂമിയിലെ ദൗത്യം പൂർത്തീകരിച്ച് സൈന്യം മടങ്ങിയത്. വയനാട് മുണ്ടക്കൈ ദുരന്തഭൂമിയിലെ ദൗത്യത്തിനു ശേഷം സൈന്യം മടങ്ങി. വയനാട് മുണ്ടക്കൈ ചൂരൽമല ഭാഗങ്ങളിലുണ്ടായ ഉരുൾപൊട്ടലിനെ തുടർന്ന് കാണാതായവരെ കണ്ടെത്തുന്നതിനായി രക്ഷാദൗത്യം ഏറ്റെടുത്ത സൈന്യമാണ് വ്യാഴാഴ്ച ദൗത്യം പൂർത്തിയാക്കി മടങ്ങിയത്. ദുരന്ത മേഖലയിൽ കഴിഞ്ഞ ഒരാഴ്ചയിൽ അധികമായി സൈന്യം ദൗത്യം തുടരുകയായിരുന്നു. കൊട്ടിയൂർ പാച്ചിരം വഴിയാണ് സൈന്യം തിരികെ മടങ്ങിയത്. ന്യൂസ് ഡെസ്ക് ഹൈവിഷൻ. അടക്കാത്തോട് കൈലാസംപടിയിൽ ഭൂമിയിൽ വിള്ളൽ സംഭവിച്ചതിനെ തുടർന്ന് അപകട ഭീഷണിയിലായ കുടുംബങ്ങളെയും വിള്ളൽ സംഭവിച്ച ഭൂമിയും അഖിലേന്ത്യാ കിസാൻ സഭ നേതാക്കൾ സന്ദർശിച്ചു. അടക്കാത്തോട് കൈലാസംപടിയിൽ ഭൂമിയിൽ വിള്ളൽ സംഭവിച്ചതിനെ തുടർന്ന് അപകട ഭീഷണിയിലായ കുടുംബങ്ങളെയും വിള്ളൽ സംഭവിച്ച ഭൂമിയും അഖിലേന്ത്യാ കിസാൻ സഭ നേതാക്കൾ സന്ദർശിച്ചു. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെ പ്രദേശത്തെത്തിയ നേതാക്കൾ പ്രദേശത്തെ അപകടാവസ്ഥയിലായ വീടുകളും അപകട ഭീഷണി നേരിടുന്ന കുടുംബങ്ങളെയും വിള്ളൽ സംഭവിച്ച ഭൂമിയും സന്ദർശിച്ചു. സംസ്ഥാന സെക്രട്ടറി എ പ്രദീപൻ, ജില്ലാ സെക്രട്ടറി CP ഷൈജൻ, ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ KC അജിത് കുമാർ, കണ്ണാടിയിൽ ഭാസ്കരൻ, പേരാവൂർ മണ്ഡലം സെക്രട്ടറി ഷിജിത് വായന്നൂർ, ജോഷി തോമസ്, ജോൺ പടിഞ്ഞാലിൽ, മോഹനൻ പാലപ്പള്ളിൽ, ബാബു മുണ്ടൂർ തുടങ്ങിയവരാണ് സ്ഥലം സന്ദർശിച്ചത്. ഹൈവിഷൻ ന്യൂസ്, കേളകം. അടക്കാത്തോട് കൈലാസംപടിയിൽ ഭൂമിയിൽ വിള്ളൽ സംഭവിച്ചതിനെ തുടർന്ന് അപകട ഭീഷണിയിലായ കുടുംബങ്ങളെ ശാശ്വതമായി പുനരധിവസിപ്പിക്കാനും മതിയായ നഷ്ടപരിഹാരം നൽകുന്നതടക്കമുള്ള നടപടി വേഗത്തിലാക്കാനും അടിയന്തര നടപടി വേണമെന്ന് അഖിലേന്ത്യാ കിസാൻ സഭ ആവശ്യപ്പെട്ടു. അടക്കാത്തോട് കൈലാസംപടിയിൽ ഭൂമിയിൽ വിള്ളൽ സംഭവിച്ചതിനെ തുടർന്ന് അപകട ഭീഷണിയിലായ കുടുംബങ്ങളെ ശാശ്വതമായി പുനരധിവസിപ്പിക്കാനും മതിയായ നഷ്ടപരിഹാരം നൽകുന്നതടക്കമുള്ള നടപടി വേഗത്തിലാക്കാനും അടിയന്തര നടപടി വേണമെന്ന് അഖിലേന്ത്യാ കിസാൻ സഭ ആവശ്യപ്പെട്ടു. വിള്ളൽ പ്രതിഭാസം സംബന്ധിച്ച് ശാസ്ത്രീയമായ പരിശോധന കാര്യക്ഷമമായി നടത്തണമെന്നും പ്രദേശം സന്ദർശിച്ച കിസാൻ സഭാ നേതാക്കൾ ആവശ്യപ്പെട്ടു. വിഷയം റവന്യൂ, കൃഷിമന്ത്രിമാരുടെയും സർക്കാരിൻ്റെയും ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും സംസ്ഥാന സെക്രട്ടറി എ പ്രദീപൻ പറഞ്ഞു. വിള്ളൽ സംഭവിച്ച ഭൂമിയും അപകടാവസ്ഥയിലുള്ള വീടുകളും സന്ദർശിച്ച ശേഷം ഹൈവിഷൻ ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രണ്ടാമത്, ഈ പ്രദേശത്തെ ഈ പ്രതിഭാസത്തെ ശാസ്ത്രീയമായ പഠനത്തിന് വിവിധ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് സർക്കാർ വിധേയമാക്കുകയും ആ ശാസ്ത്രീയമായ പഠനത്തിലൂടെ നമ്മുടെ മലയോര മേഖലയിൽ ഉണ്ടാകുന്ന ഇപ്പോൾ വയനാടിൻ്റെയൊക്കെ ദുരന്ത പശ്ചാത്തലത്തിൽ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകാനിടയാകും. അത് ലഭ്യമാക്കുന്നതിനാവശ്യമായ പഠനം വളരെ പെട്ടെന്ന് പൂർത്തിയാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ മേഖലയിലെ ജനങ്ങളുടെ ജീവിതം ഇപ്പോൾ ഇവിടെ കൈലാസംപടിയാണെങ്കിൽ ഈ പ്രതിഭാസം തുടരുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഉരുൾപൊട്ടലിന് സാധ്യതയുള്ള പ്രദേശമായിട്ടാണ് ഇപ്പോൾ ഇത് കാണുന്നത്. അങ്ങനൊരു സാഹചര്യം വരാതിരിക്കട്ടെ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അടക്കാത്തോട് ഉൾപ്പെടെയുള്ള ആയിരക്കണക്കിന് മനുഷ്യർ ജീവിക്കുന്ന മേഖലയിലടക്കം അതിൻ്റെ ദുരന്തങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും. ഒരുപക്ഷെ അതൊരു വലിയ പ്രകൃതി ദുരന്തമായി ഈ മേഖലയിൽ മാറും. അതുകൊണ്ട് തന്നെ അടിയന്തരമായി പുനരധിവാസവും ഈ മേഖലയിലെ ജനങ്ങളുടെ ഭാവിയും കണ്ടുകൊണ്ട് ഈ പ്രദേശത്തിൻ്റെ സുരക്ഷിതത്വത്തിനാവശ്യമായ കാര്യങ്ങൾ അടിയന്തരമായി ചെയ്യേണ്ടതുണ്ട്. ഇക്കാര്യം ഞങ്ങൾ കിസാൻ സഭ സംസ്ഥാന
ഗവൺമെൻറ്റിന് മുമ്പിൽ, അതുപോലെ തന്നെ റവന്യൂ കൃഷി മന്ത്രിമാരുടെ മുന്നിലും സംസ്ഥാന ഗവൺമെൻറ്റിന് മുമ്പിലും വളരെ അടിയന്തര പ്രാധാന്യത്തിലുള്ള കൊണ്ടുവരാനും ആവശ്യമായ നടപടികൾക്ക് നേതൃത്വം കൊടുക്കാൻ രീതിയിൽ ഗവൺമെൻറ്റിനെ കൊണ്ട് ഇവിടെ അടിയന്തര ശ്രദ്ധ ഉണ്ടാക്കാനും പരിശ്രമിക്കും. ഇവിടെ ജനങ്ങളുടെ മുമ്പിൽ ഉണ്ടാകുന്ന ഈ പ്രശ്നങ്ങൾക്ക് പരസ്പരം പഴിചാരി വിഷയങ്ങളെ മറ്റൊരു രീതിയിലേക്ക് കൊണ്ടുപോവുകയല്ല വേണ്ടത്. മറിച്ച് വയനാട് ദുരന്തത്തിലൊക്കെ പശ്ചാത്തലത്തിൽ നമ്മൾ കണ്ടു, എല്ലാ വിഭജനങ്ങളെയും മറികടന്നുകൊണ്ട് അതിജീവനത്തിന് വേണ്ടിയുള്ള കഠിനമായ പരിശ്രമമാണ് അവിടെ നടക്കുന്നത്. അതുപോലെ ഇവിടെ ജനങ്ങളെ ഒറ്റക്കെട്ടായി നിർത്തിക്കൊണ്ട് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ, ജാതിമത ഭേദമന്യേ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ആവശ്യമായ ഒരു കൂട്ടായ്മ ഉണ്ടാക്കണം. ആവശ്യമായ നഷ്ടപരിഹാരം, യഥാർത്ഥ നഷ്ടപരിഹാരം ലഭ്യമാക്കണം. വീടും അതുപോലെ തന്നെ പുതിയ ജീവിതവും അവർക്ക് ഉറപ്പാക്കാൻ ഇപ്പോൾ സർക്കാർ വയനാട് ദുരന്ത പശ്ചാത്തലത്തിൽ ടൗൺഷിപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതുപോലുള്ള മേഖലകളിലെ ജനങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം പുതിയ കാലത്ത് അത്തരത്തിലുള്ള ആളുകൾ ഒന്നിച്ച് താമസിക്കുന്ന മേഖല കണ്ടെത്തിക്കൊണ്ട്, സുരക്ഷിതമായ മേഖല കണ്ടെത്തിക്കൊണ്ട് പുതിയൊരു വികസന നയവും പുതിയൊരു ജീവിത രീതിയും കേരളം ചർച്ച ചെയ്യേണ്ട സമയമാണ്. ഐവിഷൻ ന്യൂസ്, കേളകം. പേരാവൂർ പഞ്ചായത്തിൻ്റെ ആയുർവേദ ഡിസ്പെൻസറിയിലെത്തുന്നവരുടെ നടുവൊടിയും. ഡിസ്പെൻസറിയിലേക്ക് കാൽനടയാത്ര പോലും അസാധ്യമാകുന്ന റോഡാണ് കാരണം. പേരാവൂർ ഗ്രാമപഞ്ചായത്തിന്റെ കുനുത്തലിൽ സ്ഥിതി ചെയ്യുന്ന ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലേക്കുള്ള റോഡിന്റെ അവസ്ഥയാണിത്. മെയിൻ റോഡിൽ നിന്നും 50 മീറ്ററോളം മാറിയാണ് ഡിസ്പെൻസറി സ്ഥിതി ചെയ്യുന്നത്. ആശുപത്രിയെ ആശ്രയിക്കുന്ന ഭൂരിഭാഗം ആളുകളും പ്രായമായവർ. ഓട്ടോയിലും ബസ്സിലും മെയിൻ റോഡിൽ ഇറങ്ങുന്നവർ ഈ റോഡിലൂടെ വേണം ഡിസ്പെൻസറിയിലേക്കെത്താൻ. ഡിസ്പെൻസറിയിലേക്കുള്ള വഴി വെള്ളമൊഴുകി വലിയ കുണ്ടും കുഴിയും രൂപപ്പെട്ടിരിക്കുകയാണ്. നാട്ടുകാരിൽ ചിലർ ചെങ്കല്ല് പാകിയെങ്കിലും കാൽനടയാത്ര അസാധ്യമാണ്. ടാർ ചെയ്യാത്ത ഈ റോഡ് നിരവധി വീട്ടുകാരും ഉപയോഗിക്കുന്നുണ്ട്. റോഡിലൂടെ നടക്കുമ്പോൾ വീണ് പരിക്കേറ്റ സംഭവം ഉണ്ടായിട്ടും പഞ്ചായത്ത് റോഡ് ഏറ്റെടുത്ത് ആയുർവേദ ഡിസ്പെൻസറിയിലേക്ക് എത്തുന്ന രോഗികൾക്ക് സൗകര്യം ചെയ്യാൻ വേണ്ട നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. പ്രായമുള്ള ആൾക്കാരാണ്, അവരുടെ റോഡിൻ്റെ ജനീയാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് പിന്നെ വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പേരാവൂരിലുള്ള ഗവൺമെൻറ് ആയുർവേദ ആശുപത്രിയിലേക്കുള്ള ഒരു റോഡിൻ്റെ അവസ്ഥയാണിത്. അപ്പോൾ ഇവിടെ ആയുർവേദ ആശുപത്രിയിൽ അധികം വരുന്നത് മരുന്നും കഷായം വാങ്ങുന്ന പ്രായമുള്ള ആൾക്കാരാണ്. അവർ മെയിൻ റോഡിലിറങ്ങി ഇത്രയും ദൂരം ഈ കുഴിയിലൂടെ നടന്ന് ഇവിടെ എത്തുകയെന്ന് വെച്ചാൽ വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഈ ആശുപത്രി വരെയുള്ള ഒരു റോഡ് സൗകര്യം ഏതാണ്ട് 50 മീറ്റർ ദൂരത്തിൽ മാത്രമേ ഇതുള്ളൂ, 50ഉം ഇല്ല. അപ്പോൾ ഈ ഒരു റോഡ് എത്രയും പെട്ടെന്ന് ഗതാഗത യോഗ്യമാക്കി തരണമെന്ന് പഞ്ചായത്തിലെ അധികാരികളോടും മറ്റ് ഇതുമായി ബന്ധപ്പെട്ട എല്ലാവരോടും വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അടിയന്തരമായി ഡിസ്പെൻസറിയിലേക്കുള്ള വഴി ഗതാഗത യോഗ്യമാക്കാൻ വാർഡ് മെമ്പറും ഡിസ്പെൻസറി അധികൃതരും പഞ്ചായത്ത് അധികൃതരും തയ്യാറാവണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, പേരാവൂർ. കൂട്ടുപുഴ വീരാജ്പേട്ട മാക്കൂട്ടം ചുരംപാതയിൽ മാക്കൂട്ടത്ത് ചരക്ക് ലോറി നിയന്ത്രണം വിട്ട് തോട്ടിലേക്ക് മറിഞ്ഞ് ഡ്രൈവർക്ക് പരിക്കേറ്റു. കൂട്ടുപുഴ വീരാജ്പേട്ട മാക്കൂട്ടം ചുരംപാതയിൽ മാക്കൂട്ടത്ത് ചരക്ക് ലോറി നിയന്ത്രണം വിട്ട് തോട്ടിലേക്ക് മറിഞ്ഞ് ഡ്രൈവർക്ക് പരിക്കേറ്റു. മാക്കൂട്ടം കാക്കത്തോട് ക്ഷേത്രത്തിന്റെ മതിലും 4ഓളം വൈദ്യുത തൂണുകളും തകർത്ത ശേഷമാണ് ലോറി തോട്ടിലേക്ക് വീണത്. പരിക്കേറ്റ ലോറി ഡ്രൈവറെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്ക് സാരമുള്ളതല്ല. വ്യാഴാഴ്ച പുലർച്ചെ 1 മണിയോടെയായിരുന്നു അപകടം. മൈസൂരുവിൽ നിന്ന് പലചരക്ക് സാധനങ്ങളുമായി പയ്യന്നൂർ ചെറുവത്തൂരിലേക്ക് പോവുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. 4ഓളം വൈദ്യുത പോസ്റ്റുകളും ക്ഷേത്രത്തിന്റെ 10 മീറ്ററോളം വരുന്ന ചെങ്കൽ മതിലും തകർന്നു. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. കൊട്ടിയൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ജനറേറ്റർ പ്രവർത്തനരഹിതമായിട്ട് ആഴ്ചകൾ. വൈദ്യുതി ഇല്ലാതെ വരുന്നതോടെ ആശുപത്രിയിലെ OP ലാബ് എന്നിവയുടെ പ്രവർത്തനം താറുമാറാകുന്നു. ജനറേറ്റർ തകരാർ സംഭവിച്ച വിവരം ആശുപത്രി അധികൃതർ പഞ്ചായത്തിനെ അറിയിച്ചില്ലെന്ന് വികസന സ്ഥിരം സമിതി അധ്യക്ഷൻ. കൊട്ടിയൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ജനറേറ്റർ പ്രവർത്തനരഹിതമായിട്ട് ആഴ്ചകളായിട്ടും നടപടിയില്ല. ഇടയ്ക്കിടെ വൈദ്യുതി പോകുന്ന ഘട്ടത്തിൽ ജനറേറ്റർ ഉപയോഗിച്ചാണ് ആശുപത്രിയുടെ പ്രവർത്തനം നടത്തിവരുന്നത്. എന്നാൽ ജനറേറ്ററിന് തകരാർ സംഭവിച്ചിട്ട് ആഴ്ചകളായിട്ടും യാതൊരു നടപടിയും അധികൃതർ സ്വീകരിച്ചിട്ടില്ല. ആശുപത്രിയിലെത്തുന്ന രോഗികളോടുള്ള വെല്ലുവിളിയാണ് ജനറേറ്റർ നന്നാക്കാത്തതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന ലാബ് പ്രവർത്തനം വൈദ്യുതി മുടങ്ങുന്നതോടെ സ്തംഭിക്കും. പിന്നെ OPയുടെ പ്രവർത്തനവും ഇതേ അവസ്ഥയാണ്.
ആദിവാസി കുടുംബങ്ങളടക്കം നിരവധി പേർ ചികിത്സ തേടിയെത്തുന്ന പ്രധാന കുടുംബാരോഗ്യ കേന്ദ്രം നിലവിൽ ഉച്ചവരെ മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. അതിനിടയിൽ വൈദ്യുതി കൂടി മുടങ്ങിയാൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനം പൂർണ്ണമായും താളം തെറ്റും. പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 6 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് ജനറേറ്റർ വാങ്ങി നൽകിയത്. എന്നാൽ ജനറേറ്ററിന് തകരാർ സംഭവിച്ച വിവരം പഞ്ചായത്തിനെ അറിയിക്കാത്തത് ആശുപത്രി ജീവനക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണെന്ന് പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ഷാജി പട്ടേൽ ഹൈവിഷൻ ന്യൂസിനോട് പറഞ്ഞു. കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മേലെയായി ആ ജനറേറ്റർ പ്രവർത്തനരഹിതമാണ്. വേണ്ടപ്പെട്ട ആളുകൾ അത് അറിയിക്കേണ്ട ആളുകളെ അറിയിക്കുകയോ അത് നന്നാക്കാനുള്ള നടപടി സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത് അറിഞ്ഞപ്പോൾ തൊട്ട് നമ്മൾ ഇതിൻ്റെ പുറകിലുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം കമ്പനിയെ വിളിച്ചിട്ടുണ്ടായിരുന്നു. വേണ്ടപ്പെട്ട നടപടികളെല്ലാം ചെയ്യും, ഇന്നോ നാളെയായിട്ട് നന്നാക്കും. പക്ഷേ ഇത് അറിയിക്കേണ്ട സമയങ്ങളിൽ അറിയിച്ചിരുന്നുവെങ്കിൽ ഇത്രയോ 1.5 ആഴ്ചത്തെ താമസം ഉണ്ടാകില്ലായിരുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അപ്പം എനിക്കിതിനകത്ത് പറയാനുള്ളൊരു കാര്യം, ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളുകൾ അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ജനങ്ങളോടുള്ള അവരുടെ സമീപനം കൃത്യമാണെങ്കിൽ മാത്രമേ ഏതൊരു പ്രവൃത്തിയും അതിൻ്റേതായ ഗുണഫലം ഉണ്ടാവുകയുള്ളൂ. 6 ലക്ഷം രൂപയോളം മുടക്കി പഞ്ചായത്തിൻ്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വാങ്ങിക്കൊടുക്കുന്ന ജനറേറ്റർ കൃത്യമായി വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഈ ആശുപത്രിയിൽ വരുന്ന രോഗികൾക്ക് അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവുകയുള്ളൂ. ആ പ്രയോജനം ഉണ്ടാകണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് പഞ്ചായത്ത് ഇങ്ങനെ ഓരോ പദ്ധതികൾ ആവിഷ്കരിക്കുന്നത്. അപ്പം ഏറ്റെടുക്കുന്ന പ്രവർത്തികൾ കൃത്യമായി നിർവഹണ ഉദ്യോഗസ്ഥർ അത് പൂർത്തിയാക്കിയെങ്കിൽ മാത്രമേ അതുകൊണ്ടുള്ള ഗുണം ഉണ്ടാവുകയുള്ളൂ. കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് കംപ്ലൈൻ്റായ ജനറേറ്റർ നന്നാക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കേണ്ടത് ഈ ആശുപത്രിയിലെ അധികൃതരാണ്. അവർക്കതിനെക്കൊണ്ട് സാധിക്കുന്നെങ്കിൽ അത് പഞ്ചായത്തിനെ അറിയിക്കേണ്ട ഉത്തരവാദിത്വം അവർക്കുണ്ട്. അതവർ അറിയിച്ചില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ ദിവസം ഞാൻ മരുന്നിന് വരുമ്പോഴാണ് ഈ സംഭവം അറിയുന്നത്. അങ്ങനെ അവരോട് അതിനെക്കുറിച്ച് സംസാരിക്കുകയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ ഉടനെ തന്നെ പ്രസിഡന്റിനെ വിളിച്ചു. പ്രസിഡന്റിനോട് പറഞ്ഞു, പ്രസിഡന്റ് ഇങ്ങനെ ഒരു വിഷയമുണ്ട്. അപ്പോൾ തന്നെ പ്രസിഡന്റ് അക്കാര്യത്തിൽ ഇടപെട്ടു. ഇന്നോ നാളെയോ എന്ന് പറഞ്ഞ പോലെ അതിൻ്റെ ആളുകൾ വരികയും അത് പരിഹരിക്കുന്നതിന് വേണ്ടുന്ന നടപടി സ്വീകരിക്കുകയും ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ടെന്നാണ് പ്രസിഡന്റ് ഞാൻ പിന്നെ വിളിച്ചപ്പോഴും പറഞ്ഞിട്ടുള്ളത്. അടിയന്തരമായി ജനറേറ്റർ പ്രവർത്തനക്ഷമമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഹൈവിഷൻ ന്യൂസ്, കേളകം. മഞ്ഞളാംപുറം മിനി ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ പ്രവൃത്തി പാതി വഴിയിൽ. കരാറുകാരനും ഗുണഭോക്തൃ സമിതിയും തമ്മിലുള്ള തർക്കമാണ് പ്രവൃത്തി പാതി വഴിയിലാകാൻ കാരണമെന്ന് വാർഡ് മെമ്പർ. രാജ്യസഭാ MP സന്തോഷ് കുമാറിന്റെ പ്രാദേശിക വികസന ഫണ്ട് 40 ലക്ഷം രൂപ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന മഞ്ഞളാംപുറം മിനി ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം 2023 സെപ്റ്റംബർ 29 ജില്ലാ പഞ്ചായത്ത് അംഗം V ഗീതയാണ് നിർവഹിച്ചത്. അന്ന് ആരംഭിച്ച പ്രവൃത്തി 2024 മാർച്ചിലാണ് പൂർത്തീകരിക്കേണ്ടത്. എന്നാൽ പ്രവൃത്തി പാതി വഴിയിൽ ഉപേക്ഷിച്ച് കരാറുകാരൻ പോയതോടെ കായിക രംഗത്തെ പ്രതിഭകളുടെ സ്വപ്നങ്ങൾക്കാണ് തിരിച്ചടിയായത്. ആധുനിക രീതിയിലുള്ള 2 ഷട്ടിൽ കോർട്ടുകൾ നിർമ്മിക്കാനായിരുന്നു പദ്ധതി. മേൽക്കുര ഷീറ്റ് പാതി വഴിയിലാണ്. ഷീറ്റിടാത്ത ഭാഗങ്ങളിൽ ഭിത്തി കെട്ടിയതോടെ കനത്ത മഴയിൽ ചെങ്കല്ലുകൾ കുതിർന്നു. കമ്പികളിൽ പലതും തുരുമ്പെടുത്തു. ഷട്ടിൽ കോർട്ടിന്റെ തറ വലിയ റോളർ ഉപയോഗിച്ച് ഉറപ്പിച്ചതിനു ശേഷം മാത്രമേ ഭിത്തി കെട്ടാവൂ എന്ന് കരാറുകാരനോട് ഗുണഭോക്തൃ സമിതി ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ഭിത്തി കെട്ടിയതോടെ റോളർ അകത്ത് കയറ്റാൻ സാധിക്കാത്ത അവസ്ഥയായി. ഈ പ്രശ്നമാണ് തർക്കത്തിൽ കലാശിച്ചതെന്ന് വാർഡ് മെമ്പർ ജോണി പാമ്പാടി ഹൈവിഷൻ ന്യൂസിനോട് പറഞ്ഞു. പണി ഏറെ വൈകിയാണ് പോകുന്നത്. ജനങ്ങളുടെ ഒരു വലിയ സ്വപ്നമാണ്, ഈ നാട്ടിലെ ജനങ്ങളുടെ വലിയൊരു സ്വപ്നമാണ് ഈ ഇൻഡോർ സ്റ്റേഡിയം. പക്ഷേ എന്താണ് ഇങ്ങനെ താമസിക്കുന്നത് അറിയത്തില്ല. കരാറുകാരനോട് ഞാൻ ചോദിച്ചപ്പോൾ കരാറുകാരൻ പറഞ്ഞത് നിലവിലുള്ള പ്ലാനിനകത്ത് നിന്ന് വ്യത്യാസം വരുത്തി പണികൾ ചെയ്യണമെന്ന് ഗുണഭോക്തൃ സമിതി ആവശ്യപ്പെട്ടത് കൊണ്ടാണ് അത് നീണ്ടുപോകുന്നതെന്നാണ് പറഞ്ഞത്. എന്നാൽ അതിനകത്ത് വേറൊരു കാര്യം, അതിൻ്റെ ഫ്ലോർ വർക്ക് ചെയ്യുന്നതിന് മുമ്പേ തന്നെ റോളർ കൊണ്ടുവന്നിട്ട് അതിൻ്റെ നിലം ഉറപ്പിക്കണമെന്ന് അതിൻ്റെ ഗുണഭോക്തൃ സമിതി ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അത് കരാറുകാരൻ ചെയ്തിട്ടില്ല. അപ്പോൾ അത് ഭിത്തി കെട്ടുന്നതിന് മുന്നേ തന്നെ അത് ഫ്ലോർ വർക്ക് പൂർത്തീകരിക്കുന്നതിന് മുന്നേ ഇത് റോളർ കൊണ്ടുവന്ന് അത് ഉറപ്പിക്കണം. ശരിക്കും ഉറപ്പിച്ചാണ് അത് ചെയ്യണത്, അല്ലെങ്കിൽ അത് ഇളകിപ്പോകും. അതുകൊണ്ട് ഫ്ലോർ ഇളകാതിരിക്കാൻ അതിൻ്റെ ഒരു ക്വാളിറ്റി ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടിയിട്ട് റോളർ കൊണ്ടുവന്ന് ഉറപ്പിക്കണം എന്ന് പറഞ്ഞു. പക്ഷേ അത് കരാറുകാരൻ ചെയ്തിട്ടില്ല. എന്നാൽ കരാറുകാരനായി തർക്കമൊന്നുമില്ലെന്നും വരുന്ന തിങ്കളാഴ്ച പ്രവൃത്തി ആരംഭിക്കുമെന്നും ഗുണഭോക്തൃ സമിതി ചെയർമാൻ PM രമണൻ പറഞ്ഞു. അതിൻ്റെ മേൽക്കൂരയ്ക്കുള്ള മെറ്റീരിയൽ ബെൻഡ് ചെയ്യുന്നതിന് വേണ്ടി കോഴിക്കോട് ഏതോ ഒരു കമ്പനിയെ ഏൽപ്പിച്ചിട്ടുള്ളത്. ആ കമ്പനി അത് ബെൻഡ് ചെയ്ത് നൽകുന്ന മുറയ്ക്ക് അത് വർക്ക് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ അദ്ദേഹത്തോട് അന്വേഷിച്ചപ്പം അതിൻ്റെ മെറ്റീരിയൽസ് അവിടെ കൊണ്ട് ഇറക്കിയിട്ടുണ്ട്. തിങ്കളാഴ്ച പണി തുടങ്ങും എന്നാണ് പറഞ്ഞത്. ഇത്
ഈ പറയുന്നത് പോലെ ആളുകൾ ആക്ഷേപിക്കുന്നത് പോലെ ഗുണഭോക്തൃ കമ്മിറ്റിയും അതുപോലെ കരാറുകാരൻ തമ്മിൽ യാതൊരു തർക്കമില്ല. ഞാൻ ഈ നേരത്തെ പറഞ്ഞ കാര്യം മാത്രമേ ഉള്ളൂ. അത് എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമാണ്. തറ ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ കോൺക്രീറ്റ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ അത് ഈ ആ വർക്കിയുടെ ഒരു ആ പ്രവൃത്തിയുടെ ഒരു ഗുണമേന്മ ഉറപ്പുവരുത്തുന്നതിന് മാത്രമാണ് കമ്മിറ്റി ഉദ്ദേശിച്ചത്. മലയോരത്തെ കായിക താരങ്ങളുടെ വലിയ ആഗ്രഹങ്ങളിലൊന്നാണ് ഈ ഷട്ടിൽ കോർട്ട്. എന്നാൽ തർക്കം കാരണം പ്രവൃത്തി ഉപേക്ഷിച്ചത് വളർന്നുവരുന്ന കായിക താരങ്ങളോടുള്ള അവഗണനയ്ക്ക് തുല്യമാണെന്നും അടിയന്തരമായി പ്രവൃത്തി പൂർത്തിയാക്കാൻ നടപടിയെടുക്കണമെന്നുമാണ് കായിക താരങ്ങളുടെ ആവശ്യം. സജീവ് നായർ, ഹൈവിഷൻ ന്യൂസ്, കേളകം. വയനാട് പുനരധിവാസത്തിനായി വ്യാപാരി വ്യവസായ സമിതി കണ്ണൂർ ജില്ലാ കമ്മിറ്റി 25 ലക്ഷം രൂപ നൽകി. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവരെ സഹായിക്കുന്നതിനായി വ്യാപാരി വ്യവസായ സമിതി സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം ഒരു ജില്ലാ കമ്മിറ്റി ഒരു വീട് നിർമ്മിച്ചു നൽകുന്നതിനായി കണ്ണൂർ ജില്ലാ കമ്മിറ്റി സമാഹരിച്ച 25,72,821 രൂപ കണ്ണൂരിൽ നടന്ന ചടങ്ങിൽ വ്യാപാരി വ്യവസായ സമിതി സംസ്ഥാന പ്രസിഡന്റ് VKC മുഹമ്മദ് കോയ ജില്ലാ സെക്രട്ടറി PM സുഗുണനിൽ നിന്ന് ഏറ്റുവാങ്ങി. 2 ദിവസം കൊണ്ട് ജില്ലയിലെ സമിതി അംഗങ്ങളിൽ നിന്ന് സ്വരൂപിച്ച തുകയാണ് കൈമാറിയത്. ചടങ്ങിൽ സമിതി ജില്ലാ പ്രസിഡന്റ് P വിജയൻ അധ്യക്ഷനായി. സംസ്ഥാന ട്രഷറർ V ഗോപിനാഥൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ MA ഹമീദ് ഹാജി, ജില്ലാ ഭാരവാഹികളായ KK സഹദേവൻ, KV ഉണ്ണികൃഷ്ണൻ, KP പ്രമോദ്, E സജീവൻ, KM അബ്ദുൽ ലത്തീഫ്, TC വിൽസൺ എന്നിവർ സംസാരിച്ചു. അറിഞ്ഞപ്പോൾ തന്നെ ആളുകളൊക്കെ തന്നെ അതിനോടുള്ള നമ്മുടെ പൊതുവെ കേരളത്തിലെ ജനങ്ങളുടെ ഒരു മനസ്സ് നമ്മുടെ ഒന്നിന് പ്രകടമായി തുടങ്ങിയില്ല. അപ്പൊ അതിനോടനുബന്ധിച്ചാണ് എല്ലാ സംഘടനകളും വ്യക്തികളും ഒക്കെ തന്നെ ആവശ്യമായ വീട് സാധനങ്ങളൊക്കെ തന്നെ ഓഫർ ചെയ്യാൻ പറ്റുന്നത്. സാധനങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ കുഞ്ഞു കൂടുന്ന മാതിരിയാണ്. അത്രയ്ക്ക് ആളുകൾ സാധനം എത്തിക്കുന്നുണ്ട്. പിന്നെ വീട് എടുത്തു കൊടുക്കുന്നതിന് സ്ഥലമാണ് ഏറ്റവും വലിയ സ്ഥലം കൊടുക്കാൻ വേണ്ടി കുറേ ആളുകൾ അതിന് ഓഫർ ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രി പറഞ്ഞൊരു ടൗൺഷിപ്പായിട്ട് അതിനെ ചെയ്യുന്നവർക്ക് ടൗൺഷിപ്പ് ആക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നതിൽ വ്യത്യാസമായിട്ട് ഒരേ മോഡൽ വീടുകളൊക്കെ ആവാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് മുഖ്യമന്ത്രി ഗവൺമെന്റുമായിട്ടൊക്കെ ആലോചിച്ചായിരിക്കും നമ്മൾ ഇതിന്റെ തീരുമാനങ്ങൾ എടുക്കുന്നത്. കാരണം നമ്മൾ ഉദ്ദേശിച്ച് നമ്മളുടെ 5 ലക്ഷം കുട്ടികളുടെ വീടാവും എന്നുള്ള നിലയിലാണ് നമ്മളൊക്കെ ആലോചിക്കുന്നത്. അപ്പൊ ഇന്നലെ ഇപ്പം പറഞ്ഞു കേട്ടപ്പോ 3 ബെഡ്റൂമുള്ള പിന്നെ വീടുകളൊക്കെ എടുത്തു കൊടുക്കാനാണ് ചില ആളുകളൊക്കെ തീരുമാനിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. സർവ്വതും നഷ്ടപ്പെട്ട വയനാട് മുണ്ടക്കൈയിലെ ദുരിതമനുഭവിക്കുന്നവരെ ചേർത്തു പിടിക്കാനൊരുങ്ങുകയാണ് ഉളിക്കൽ സ്വദേശികളായ രാജീവനും രഘുനാഥും ഗിരീഷും. ഉളിക്കൽ ടൗണിൽ തങ്ങൾ നടത്തുന്ന തട്ടുകടയിലെ ഒരു ദിവസത്തെ വേതനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയാണ് ഇവർ വയനാട്ടിലെ ദുരിതമനുഭവിക്കുന്നവരോടൊപ്പം ചേരുന്നത്. സർവ്വതും നഷ്ടപ്പെട്ട വയനാട് മുണ്ടക്കൈയിലെ ദുരിതമനുഭവിക്കുന്നവരെ ചേർത്ത് പിടിക്കാനൊരുങ്ങുകയാണ് ഉളിക്കൽ സ്വദേശികളായ രാജീവനും രഘുനാഥും ഗിരീഷും. അത് കേരളം അങ്ങനെയാണ്. ദുരിതമനുഭവിക്കുന്നവരെ ഇങ്ങനെ ചേർത്ത് പിടിക്കും. അത്തരത്തിലുള്ള ഒരു കൂട്ടായ്മയുടെയും ചേർത്തുപിടിക്കലിന്റെയും മാതൃക സൃഷ്ടിക്കുകയാണ് ഉളിക്കൽ ടൗണിലെ ഈ തട്ടുകട. ഇവിടെ നിന്നും ഇന്ന് ഭക്ഷണം കഴിച്ചാൽ നിങ്ങൾ നൽകുന്ന തുക വയനാടിനുള്ളതാണ്. വയനാട് മുണ്ടക്കൈയിലുണ്ടായ പ്രകൃതി ദുരന്തത്തിൽ ദുരിതമനുഭവിക്കുന്നവരെ ചേർത്തു നിർത്താനാണ് ഉളിക്കൽ ടൗണിലെ ABC തട്ടുകടയിലെ ജീവനക്കാരും ഉടമകളുമായവർ ഒരു ദിവസത്തെ വേതനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുന്നത്. 26 വർഷം മുൻപാണ് ഉളിക്കൽ സ്വദേശികളായ PB രഘുനാഥ്, AN ഗിരീഷ്, MB രാജീവൻ എന്നിവർ ചേർന്ന ഉളിക്കൽ ടൗണിൽ ABC എന്ന പേരിൽ തട്ടുകട ആരംഭിച്ചത്. 26 വർഷത്തിനിടയിൽ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ കഴിഞ്ഞെങ്കിലും വയനാട്ടിലെ ദുരന്തം തങ്ങളെ വല്ലാതെ പിടിച്ചുലച്ചെന്നാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് തങ്ങളാൽ കഴിയുന്ന വിധത്തിൽ ദുരിതമനുഭവിക്കുന്നവരെ സഹായിക്കാൻ ഇത്തരമൊരു തീരുമാനമെടുത്തതെന്നും തീരുമാനമെടുത്തപ്പോൾ തന്നെ നിരവധി ആളുകളാണ് സഹായിക്കാൻ മുന്നിട്ടിറങ്ങിയതെന്നും ഇവർ പറഞ്ഞു. 26 വർഷം മുമ്പാണ് ഞങ്ങൾ 3 പേര്, ഞാനും രാജീവും ഗീഷും കൂടി ABC തട്ടുകട എന്ന സ്ഥാപനം തുടങ്ങിയത്. 2016 ഞങ്ങളൊരു ഞായറാഴ്ച റോഡ് നടത്തിയിരുന്നു. അന്നൊരു ക്യാൻസർ രോഗിയുടെ ചികിത്സയ്ക്ക് വേണ്ടി ഒരു ദിവസത്തെ കൊണ്ട് വരുമാനം ഞങ്ങൾ 35,000 രൂപ അത് ഞങ്ങൾക്ക് സംഭരിച്ച് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ വയനാട്ടിലെ ദുരന്തം കണ്ടപ്പോൾ അവരെ സഹായിക്കാനുള്ള ഞങ്ങളുടെ ഒരു താല്പര്യം ഞങ്ങൾ ഇത്തരത്തിൽ ചെയ്യുകയാണ്.
ഇതിനോടൊപ്പം ഞങ്ങളെ സുഹൃത്തുക്കളും സന്ദർശകരും കൈകഴിഞ്ഞ് സഹായിക്കുന്നുണ്ട്. ഇന്ന് കിട്ടുന്ന മുഴുവൻ പൈസ ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ രീതിയിലേക്ക് കൊടുക്കും. 2016 ക്യാൻസർ ബാധിതനായ യുവാവിന് മജ്ജ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്കായി 35,000 രൂപ ഇത്തരത്തിൽ സഹായിക്കാൻ കഴിഞ്ഞതിന്റെ ചാരിതാർത്ഥ്യത്തോടെയാണ് തങ്ങൾ വീണ്ടും ഒരു കാരുണ്യ പ്രവൃത്തിയിലേക്ക് നീങ്ങുന്നതെന്നും ഇവർ കൂട്ടിച്ചേർത്തു. ചാരിറ്റി പ്രവർത്തനങ്ങൾ നമ്മൾ പല ചാരിറ്റി പ്രവർത്തനങ്ങളിലും പങ്കെടുക്കാറുണ്ട്. സംഘം ഞങ്ങളുടെ വ്യാപാരികളുടെ ഒരു സംഘം ഒരു കൂട്ടായ്മയുണ്ട്, അതിൽ നമ്മൾ ചാരിറ്റി നടത്തുന്നുണ്ട്. അതേപോലെ തന്നെ വേറെ ഒരു കൂട്ടായ്മയും ഉണ്ട്. ഇതെല്ലാം നമ്മൾ സാധാരണ ഇങ്ങനെ ചാരിറ്റി നടത്തുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഒരാട്ടിങ്ങനെ ദുരിതം ഉണ്ടായപ്പോൾ വിഷമം തോന്നിയപ്പോൾ ഒരു ദിവസത്തെ നമ്മൾ ഇതിലേക്ക് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഞങ്ങൾ 3 പേരും കൂടി 26 വർഷമായിട്ട് തുടങ്ങിയാണ് ABC തന്നെയാണ്. ചെറിയൊരു കടയായിട്ട് അപ്പുറം തുടങ്ങിയാണ്. അതിപ്പോൾ 2 കൊല്ലമായിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് ചെറിയതായിട്ട് മാറ്റം വേണ്ടിയിട്ട് മാറി. സൗകര്യം കുറഞ്ഞു, വണ്ടി പാർക്കിങ്ങില്ല, അങ്ങോട്ട് മാറി അങ്ങനെ തുടങ്ങി. ഇങ്ങനെയൊക്കെയാണ് ഇങ്ങനെ സംഭവം ഉണ്ടാകുന്നത്. ഇതിനു മുമ്പ് ഞങ്ങൾ ചെറുതായിട്ട് കാറ്റ് ചെയ്തിട്ടുണ്ട്. മൂന്നാർക്ക് തോന്നി വയനാട് സഹായിക്കാൻ തോന്നി. 3 പേരും കൂടി ഉള്ളിൽ തോന്നിയ ഒരു കാര്യമാണ്. എന്നാൽ പിന്നെ ഒരു ദിവസത്തെ കച്ചവടം അവർക്ക് വേണ്ടി ആയെന്ന് വെച്ചു. ഇത്തരം നന്മയുള്ള മനസ്സുകളാണ് ഏത് ദുരന്തം നേരിടുമ്പോഴും കേരളത്തിന് താങ്ങും തണലുമാവുന്നത്. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. വയനാടിനെ അതിജീവിക്കാനുള്ള പരിശ്രമത്തിന്റെ ഭാഗമായി ലോകമെങ്ങുമുള്ള മലയാളികൾ കൈകോർക്കുമ്പോൾ കുനിത്തല ശ്രീനാരായണ ഗുരുമഠം ചതയദിനാഘോഷ പരിപാടികൾ മാറ്റിവെച്ചുകൊണ്ട് ദുരന്തബാധിതരെ സഹായിക്കുന്നതിന് തുക കൈമാറി. വയനാടിനെ അതിജീവിപ്പിക്കാനുള്ള പരിശ്രമത്തിന്റെ ഭാഗമായി ലോകമെങ്ങുമുള്ള മലയാളികൾ കൈകോർക്കുമ്പോൾ കുനിത്തല ശ്രീനാരായണ ഗുരുമഠം ചതയദിനാഘോഷ പരിപാടികൾ മാറ്റിവെച്ചുകൊണ്ട് ദുരന്തബാധിതരെ സഹായിക്കുന്നതിന് തുക കൈമാറി. കൊല്ലത്താൽ നടത്തിവരുന്ന വിപുലമായ ചതയദിന പരിപാടിക്കു വേണ്ടി മാറ്റിവെച്ച തുകയാണ് കുനിത്തല ശ്രീനാരായണ ഗുരുമഠത്തിന്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുന്നതിനായി പേരാവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PP വേണുഗോപാലിന് കൈമാറിയത്. കൂടാതെ ശക്തമായ കാലവർഷത്തിൽ വീട് തകർന്ന കുനിത്തല ചൗള നഗറിലെ ജെയിൻ ജോസഫിനും സാമ്പത്തിക സഹായം നൽകി. മഠം പ്രസിഡന്റ് P പുരുഷോത്തമൻ പഞ്ചായത്ത് പ്രസിഡന്റിന് ദുരിതാശ്വാസ നിധിയിലേക്കുള്ള പണം കൈമാറി. വയനാട്ടിൽ നടന്നിട്ടുള്ള ദുരന്തം, ആ ദുരന്തത്തിൽ പെട്ടിട്ടുള്ള ജനതയെ സഹായിക്കുന്നതിന് വേണ്ടി കുനിത്തല ശ്രീനാരായണ മഠത്തിൻ്റെ ഭാരവാഹികൾ ഈ വർഷത്തെ ചതയദിനാഘോഷം ചുരുക്കി സാധാരണ വർഷം തോറും നടപ്പിലാക്കുന്ന ചതയദിനാഘോഷത്തിൻ്റെ ഭാഗമായി ലഭിക്കുന്ന തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാൻ തീരുമാനിക്കുകയും അത് ഏൽപ്പിക്കുന്ന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. തീർച്ചയായും നമുക്കറിയാം, മാതൃകാപരമായിട്ടുള്ളൊരു പ്രവർത്തനത്തിനാണ് ഇവിടെ സാക്ഷ്യം വഹിക്കുന്നത്. ഒരു ഇരുട്ടി വെളുക്കുന്ന സമയത്താണ് ഒരു പ്രദേശം എന്ന് പറയാൻ കഴിയില്ല, നമ്മുടെ ഒരു പഞ്ചായത്തിലെ 3ഓളം വാർഡുകൾ ഒന്നുമില്ലാതായി മാറുകയാണ്. ആയിരക്കണക്കിനായ ആളുകൾ ഇനി എങ്ങോട്ട് പോകും എന്ന അന്താളിപ്പിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളെ കേരളം കടന്നു പോകുന്നത്. തീർച്ചയായും അവരുടെ പുനഃസൃഷ്ടിക്ക് വേണ്ടി ഉള്ള ഒരു കൈത്താങ്ങാണ് കുനിത്തല ശ്രീനാരായണ മഠത്തിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ കൊടുത്തിട്ടുള്ളത്. തീർത്തും മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. അവരെ ഈ ഘട്ടത്തിൽ അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ കഴിഞ്ഞ പ്രളയകാലത്ത് അല്ലെങ്കിൽ കഴിഞ്ഞ മഴക്കാലത്ത് നമ്മുടെ കുനിത്തല മേഖലയിൽ വലിയ മണ്ണിടിച്ചൽ ദുരന്തമുണ്ടായി. ആ ദുരന്തത്തിൻ്റെ ഫലമായി 2-3 വീടുകൾ ഭാഗികമായും പൂർണ്ണമായും തകർന്ന ഒരു സ്ഥിതി ഉണ്ടായി. അപ്പോൾ അതിൻ്റെ ഭാഗമായി വീട് തകർന്നിട്ടുള്ള ജെയിൻ എന്ന് പറഞ്ഞ സഹോദരന് ചെറിയൊരു കൈത്താങ്ങ് ഈ ശ്രീനാരായണ മഠത്തിൻ്റെ നേതൃത്വത്തിൽ കൊടുക്കുകയാണ്. അതും തീർത്തും മാതൃകാപരമായ പ്രവർത്തനമാണ്. മഠം സെക്രട്ടറി ശിവദാസ് മാക്കുറ്റി ജെയിൻ ജോസഫിന് തുക കൈമാറി. ചടങ്ങിൽ വാർഡ് മെമ്പർ C യമുന, മാതൃസമിതി പ്രസിഡന്റ് ചന്ദ്രമതി ടീച്ചർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പേരാവൂർ. വയനാടിന് കൈത്താങ്ങാവാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തന്റെ ഡാൻസ് ക്ലാസ്സിൽ നിന്ന് ലഭിച്ച വരുമാനം നൽകുകയാണ് നടിയും നർത്തകിയുമായ കലാമണ്ഡലം മല്ലിക. ഞാൻ കേരള കലാമണ്ഡലത്തിൽ ഭരതനാട്യം, മോഹിനിയാട്ടം, സംഗീതം ഡിപ്ലോമ ചെയ്ത ഒരു ആർട്ടിസ്റ്റാണ്. എൻ്റെ പേര് കലാമണ്ഡലം മല്ലിക എന്നാണ്. ഞാൻ ഒരുപാട് പടങ്ങളിലെല്ലാം അഭിനയിച്ചിട്ടുണ്ട്.
ആക്ച്വലി ഞാൻ കന്നഡ ആർട്ടിസ്റ്റാണ്. കന്നഡത്തിൽ ഒരു 50 പടത്തോളം ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ മലയാളത്തിൽ ഞാൻ IV ശശി സാറിൻ്റെ മിഥ്യ, കാർണിവൽ, ചക്കിക്കൊത്ത ചങ്കരൻ, കോട്ടപ്പുറത്തെ കൂട്ടുകുടുംബം, അമ്മ അമ്മായിയമ്മ, മന്ത്രിമാളികയിൽ മനസ്സമ്മതം, ഇപ്പോൾ കട്ടഗുസ്തി പറഞ്ഞൊരു പടത്തിൽ ഐശ്വര്യലക്ഷ്മിയുടെ മുത്തശ്ശിയായിട്ട് ആക്ട് ചെയ്തു. വയനാട്ടിൽ നടന്ന ആ ദുരന്തത്തെ ഓർക്കുമ്പോൾ തന്നെ എനിക്ക് വളരെ സങ്കടമുണ്ട്. ഒരുപാടൊന്നും എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റില്ലെങ്കിലും എൻ്റെ നൃത്തകല കൊണ്ട് ക്ലാസ്സുകളെടുത്ത് അതിൽ കിട്ടുന്ന ഒരു ഓഹരി അങ്ങോട്ട് കൊടുക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഓടി നടന്ന് ക്ലാസ്സുകൾ എടുക്കുന്നത്. അതിനു വേണ്ട എല്ലാ സഹായവും ഡാൻസ് കുട്ടികൾ തന്നെ ചേർന്ന് ചെയ്യുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പ്രത്യേകിച്ച് കേരള കലാമണ്ഡലത്തിൽ നിന്ന് കിട്ടിയ എൻ്റെ അറിവിനെ എല്ലാവർക്കും പകർന്നു കൊടുക്കണമെന്നുള്ള അതിയായ മോഹവും എൻ്റെ മനസ്സിലുണ്ട്. റോഡിലേക്ക് മറിഞ്ഞു വീണ അപകട ഭീഷണി തീർത്ത മരം മുറിച്ചു മാറ്റി. ഹൈവിഷൻ കഴിഞ്ഞ ദിവസം വാർത്ത നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് മരം മുറിച്ചു മാറ്റിയത്. ഇക്കര കൊട്ടിയൂർ ക്ഷേത്രത്തിന്റെ ആയില്ലാർക്കാവിൽ നിന്നിരുന്ന മരം ശക്തമായ കാറ്റിൽ മലയോര ഹൈവേയിലേക്ക് മറിഞ്ഞു വീണതിനെ തുടർന്ന് വാഹനങ്ങൾക്ക് അപകട ഭീഷണി ഉയർത്തിയിരുന്നു. ഈ അപകട ഭീഷണി ചൂണ്ടിക്കാട്ടി ഹൈവിഷൻ ന്യൂസ് കഴിഞ്ഞ ദിവസം വാർത്ത നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ സണ്ണി ജോസഫ് MLA ഇടപെട്ട് കേരള റോഡ് ഫണ്ട് ബോർഡ് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വാഹനങ്ങൾക്ക് ഭീഷണിയായി നിലനിന്നിരുന്ന മരം JCB ഉപയോഗിച്ച് എടുത്തു മാറ്റിയത്. മരം വീണതിനെ തുടർന്ന് ഓവുചാലുകൾക്ക് മുകളിലെ സ്ലാബുകളും തകർന്നിട്ടുണ്ട്. റോഡിലൂടെ ഒഴുകുന്ന വെള്ളത്തെ ഗതിമാറ്റിയും വിട്ടിട്ടുണ്ട്. ഹൈവിഷൻ ന്യൂസ്, കേളകം. വാഹനങ്ങൾക്ക് അപകട ഭീഷണി ഉയർത്തിയ ചാണപ്പാറ റോഡരികിലെ കുഴി കണിച്ചാർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മണ്ണിട്ട് മൂടി അപകട ഭീഷണി ഒഴിവാക്കി. കണിച്ചാർ ചാണപ്പാറയിൽ റോഡരികിലെ അപകടക്കുഴി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മൂടി. വാഹനയാത്രക്കാർക്ക് ഉൾപ്പെടെ അപകട ഭീഷണിയായ റോഡരികിലെ കുഴിയാണ് കണിച്ചാർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മൂടിയത്. കുടിവെള്ള പദ്ധതിക്കായി വാട്ടർ അതോറിറ്റി പൈപ്പിടാനിട്ട കുഴി മതിയായ രീതിയിൽ മൂടാത്തതിനെ തുടർന്ന് കനത്ത മഴയിൽ മണ്ണൊഴുകിപ്പോയതാണ് റോഡരികിൽ വലിയ ഗർത്തത്തിന് കാരണമായത്. ഇത് നിരവധി അപകടങ്ങൾക്കും കാരണമാകുകയും ചെയ്തിരുന്നു. ഇതേക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഹൈവിഷൻ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു മീറ്ററുകളോളം നീളമുള്ള കുഴി കണിച്ചാർ ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ മൂടി അപകട ഭീഷണി ഒഴിവാക്കിയത്. ഹൈവിഷൻ ന്യൂസ്, കേളകം. ചെവടിക്കുന്ന് തൊണ്ടിയിൽ ജിമ്മി ജോർജ് റോഡരികിലെ കാട് INTUC ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ശുചീകരിച്ചു. വാർഡ് മെമ്പർ നൂർദീൻ മുള്ളേരിക്കലിൻ്റെ അധ്യക്ഷതയിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ജൂബിലി ചാക്കോ ഉദ്ഘാടനം ചെയ്തു. ചെവടിക്കുന്ന് തൊണ്ടിയിൽ ജിമ്മി ജോർജ് റോഡരികിലെ കാട് INTUC ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ശുചീകരിച്ചു. മഴക്കാലമായതോടെ റോഡരികിൽ കാട് കയറി കാൽനടയാത്രക്കാർക്കുൾപ്പെടെ ബുദ്ധിമുട്ട് നേരിട്ടിരുന്നു. റോഡരികിൽ കാട് ഉയർന്നതോടെ മാലിന്യങ്ങൾ വലിച്ചെറിയാനും സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയാണ് INTUC ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ കാട് വെട്ടിത്തെളിച്ചത്. വാർഡ് മെമ്പർ നൂർദീൻ മുള്ളേരിക്കലിന്റെ അധ്യക്ഷതയിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ജൂബിലി ചാക്കോ ഉദ്ഘാടനം ചെയ്തു. INTUC പേരാവൂർ പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിലെ ഓട്ടോറിക്ഷ തൊഴിലാളികളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, നമുക്കറിയാം പേരാവൂർ മേഖലയിലെ ഏതൊരു ആവശ്യത്തിനും ഒരു മനുഷ്യൻ്റെ ഏറ്റവും അത്യാവശ്യമായ ഇടപെടലിൽ എത്തിച്ചേരുന്ന ആളുകളാണ് പേരാവൂരിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ എന്നത്. ആ തൊഴിലാളികൾ തന്നെ ഇന്നത്തെ ഈ ഒരു ദിവസം പേരാവൂർ INTUC ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ പേരാവൂർ ചെവിടിക്കുന്ന തൊണ്ടി പേരാവൂർ മേഖലയിലെ ഈ റോഡ് സൈഡ് നമുക്കറിയാം കാട് പിടിച്ച് കാൽനട യാത്രക്കാർക്കും അതോടൊപ്പം തന്നെ വാഹനത്തിൽ പോകുന്ന ആളുകൾക്കുമൊക്കെ ഏറെ അപകടം വരുത്തുന്ന രീതിയിലാണ് ഉള്ളത്. ആ പ്രദേശത്തെ കാടുകൾ വെട്ടിത്തെളിച്ചുകൊണ്ട് ആ പ്രദേശത്തിന് നല്ലൊരു പരിസരം ഒരുക്കി കൊടുക്കുക, യാത്രക്കാർക്കും വാഹനത്തിലും കാൽനടയായും പോകുന്ന ആളുകൾക്ക് യാത്രാ സൗകര്യം ഒരുക്കി കൊടുക്കുന്നതിന് വേണ്ടിയാണ് പേരാവൂർ മേഖലയിലുള്ള INTUCയുടെ നേതൃത്വത്തിലുള്ള ഓട്ടോറിക്ഷ തൊഴിലാളികൾ സേവനവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. എല്ലാ പ്രിയപ്പെട്ടവരും നമുക്കറിയാം സ്കൂൾ ട്രിപ്പൊക്കെ കഴിഞ്ഞ് അവരുടെ സമയം വളരെ വിലപ്പെട്ടതാണ്. അന്നന്നത്തെ ഉപജീവനമാർഗം കണ്ടെത്തുന്നവരാണ് ഓട്ടോറിക്ഷ തൊഴിലാളികൾ. അപ്പോൾ അവർക്ക് ഇത് കഴിഞ്ഞിട്ട് വേണം അടുത്ത ട്രിപ്പ് എടുക്കുവാൻ വേണ്ടിയിട്ട്. എന്നിരുന്നാലും നമ്മുടെ പഞ്ചായത്തിൻ്റെ വിവിധങ്ങളായ പ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള ശുചീകരണ പ്രവർത്തനത്തിൽ ഏർപ്പെടുവാൻ വേണ്ടി INTUCയിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ, എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ കാണിച്ച നല്ല മനസ്സിന് നന്ദി അർപ്പിച്ചുകൊണ്ട് സുജീവൻ, മമ്മദ്, സെയ്ദ് TC തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പേരാവൂർ. കോളയാട് പഞ്ചായത്തിലെ പെരുവയിലുണ്ടായ ഉരുൾപൊട്ടലിൽ പുഴ ഗതിമാറി ഒഴുകിയെത്തിയ വൻമരങ്ങൾ ഉൾപ്പെടെയുള്ളവ പെരുവയിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെയും എംപ്ലോയീസ് ഫോറത്തിൻ്റെയും
ഫോറസ്റ്റ് അധികാരികളുടെ നേതൃത്വത്തിൽ നീക്കം ചെയ്തു. കനത്ത മഴയിൽ കണ്ണവും വനത്തിൽ ഉരുൾപൊട്ടിയതോടെ പെരുവയിൽ പെരുവഴിയിലായത് 1000-ഓളം ആളുകളാണ്. ഏതാനും വർഷങ്ങളായി പ്രളയവും മലയിടിച്ചിലും ഉരുൾപൊട്ടലും പെരുവയെ വരിഞ്ഞു മുറുക്കുകയാണ്. ഇത്തവണ പെരുവയിലെ കൊളപ്പമലയിലും തെറ്റുമ്മലും ഉരുൾപൊട്ടിയിരുന്നു. സാധാരണ ഉൾവനത്തിലാണ് ഉരുൾപൊട്ടാറ്. എന്നാൽ ഇത്തവണ ജനവാസ മേഖലയിലാണ് ഉരുൾപൊട്ടിയത്. കൊളപ്പയിൽ വീടുകളിലൂടെയാണ് ചെളിവെള്ളം ഒഴുകിയത്. ഉരുൾപൊട്ടലിൽ ആളപായം ഇല്ല എന്നതുമാത്രമാണ് ഏക ആശ്വാസം. പ്രദേശത്ത് നാട്ടുകാർ തന്നെ നിർമ്മിച്ച തൂക്കുപാലവും നടപ്പാലവും ഉൾപ്പെടെ പൂർണ്ണമായും ഒലിച്ചുപോയി. ഉരുൾപൊട്ടലിൽ വീട്ടുമുറ്റത്തും പറമ്പിലും വന്നെത്തിയ വൻതടികളും പുഴയിലും മറ്റും ഒഴുക്കിന് തടസ്സമായി നിൽക്കുന്ന മരങ്ങളും പെരുവയിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെയും എംപ്ലോയീസ് ഫോറത്തിൻ്റെയും ഫോറസ്റ്റ് അധികാരികളുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ മുറിച്ചു നീക്കി. ഹൈവിഷൻ ന്യൂസ്, പേരാവൂർ. ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻ്റ് അസോസിയേഷൻ നടത്തുന്ന ഓണം സ്വർണ്ണോത്സവം 2024 പദ്ധതിയുടെ ഇരിട്ടി മേഖലാതല ഉദ്ഘാടനം ഇരിട്ടി താളുകണ്ടം ജ്വല്ലറിയിൽ വെച്ച് നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ കെ ശ്രീലത ഉദ്ഘാടനം ചെയ്തു. ഓണാഘോഷത്തിന്റെ ഭാഗമായി ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ ചെറുകിട സ്വർണ്ണ വ്യാപാരികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കുന്ന ഓണം സ്വർണ്ണോത്സവം 2024 ഇരിട്ടി മേഖലാതല ഉദ്ഘാടനം ഇരിട്ടി താളുകണ്ടത്തിൽ ജ്വല്ലേഴ്സിൽ നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ കെ ശ്രീലത ഉദ്ഘാടനം ചെയ്തു. ഒരു സ്വർണ്ണോത്സവം കഴിഞ്ഞ വർഷം നടപ്പിലാക്കിയതാണ്. ഈ വർഷം നമുക്കൊരു ചെറിയ ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ടെങ്കിലും വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് കുറച്ച് വലിയ പ്രയാസം നമുക്കുണ്ടായി. പക്ഷേ അതിനെല്ലാം നമുക്ക് എന്തായാലും അതിജീവിക്കേണ്ടതാണ്. അതിനെല്ലാ ജനങ്ങളും കൈകോർത്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഈ സ്വർണ്ണോത്സവം നടത്തുന്നത് കഴിഞ്ഞ വർഷം നടത്തി, ഈ വർഷവും നടത്തുകയാണ്. എല്ലാ നാട്ടുകാർക്കും നല്ല പ്രയോജനമുള്ള ഒരു പദ്ധതിയാണ്. എത്ര പവൻ എന്നുള്ള കണക്കില്ല, ഏത് സ്വർണം എടുത്താലും ഒരു ആർക്കാണോ ഭാഗ്യം, ആ ഭാഗ്യം അവർക്ക് വരുന്ന ഒരു 2.25 പവൻ്റെ സ്വർണം, 2.25 കിലോ സ്വർണം അവർക്ക് സമ്മാനമായിട്ട് അടിക്കുകയാണ്. ഇരിട്ടി മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അയൂബ് പൊയിലൻ സമ്മാന കൂപ്പൺ ഏറ്റുവാങ്ങി. ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ ഇരിട്ടി മേഖലാ പ്രസിഡന്റ് NP പ്രമോദ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് KM സ്കറിയാച്ചൻ, മേഖലാ സെക്രട്ടറി CJ മാത്യൂസ്, ട്രഷറർ തോമസ് ആന്റണി, കൗൺസിൽ അംഗം സദാനന്ദൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ബമ്പർ സമ്മാനമായി 100 പവനും, ഒന്നാം സമ്മാനമായി 25 പവനും, രണ്ടാം സമ്മാനമായി 10 പവനും, മൂന്നാം സമ്മാനമായി 5 പവനും അടക്കം 2.25 കിലോ സ്വർണമാണ് സമ്മാനമായി നൽകുന്നത്. കൂടാതെ 100 ഗ്രാം വീതം 100 പേർക്കായി വെള്ളിയും പ്രോത്സാഹന സമ്മാനമായി നൽകും. ഓഗസ്റ്റ് 1 മുതൽ ഒക്ടോബർ 31 വരെയാണ് പദ്ധതിയുടെ കാലാവധിയായി നിശ്ചയിച്ചിട്ടുള്ളത്. സ്വർണ്ണോത്സവത്തിന്റെ ഉദ്ദേശം തന്നെ ചെറുകിട വ്യാപാരികൾക്ക് നല്ല ഒരു പരസ്യം കിട്ടുവാനും വലിയ വൻകിട വ്യാപാരികൾക്ക് കിട്ടുന്ന പോലെ തന്നെ ഈ അവരോടൊപ്പം തന്നെ ഇവർക്കും ഈ പദ്ധതി അംഗമാകുവാനും ഒരു ചെറിയ വ്യാപാരിക്ക് ഒരു സ്വർണം വിൽക്കുമ്പോൾ പോലും അവർക്ക് ഈ കൂപ്പൺ കൊടുക്കുവാനും അതുപോലെ ആ ചെറുകടകളിൽ വിൽക്കുന്ന ഒരു ആഭരണത്തിന് കൊടുക്കുന്ന കൂപ്പണിൽ വലിയ സമ്മാനങ്ങൾ കിട്ടുവാനുള്ള അവസരം ഉണ്ടാക്കുന്നതാണ്. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം മുതൽ വോട്ടെടുപ്പ് വരെ തില്ലങ്കേരി ഗവൺമെൻറ് UP സ്കൂളിൽ പൊതു തെരഞ്ഞെടുപ്പ് മാതൃകയിൽ നടന്ന സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കുട്ടികൾക്ക് വേറിട്ട ഒരു അനുഭവമായി മാറി. ജനാധിപത്യം എന്ന വാക്ക് പാഠപുസ്തകത്തിലൂടെ മാത്രം മനസ്സിലാക്കിയ കുട്ടികൾക്ക് ജനാധിപത്യത്തിന്റെ ഏറ്റവും മൂല്യവത്തായ ഒരു പ്രക്രിയയെ അനുഭവവേദ്യമാക്കുകയായിരുന്നു അധ്യാപകർ. തില്ലങ്കേരി ഗവൺമെന്റ് UP സ്കൂളിൽ പൊതുതെരഞ്ഞെടുപ്പിന്റെ മാതൃകയിൽ നടന്ന സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പാണ് കുട്ടികൾക്ക് വേറിട്ട അനുഭവം നൽകിയത്. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം മുതൽ വോട്ടെടുപ്പ് വരെയുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയ കുട്ടികൾ അനുഭവിച്ചറിയുകയായിരുന്നു. തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം മുതൽ ഇങ്ങോട്ട് സ്ഥാനാർത്ഥി നിർണയം, നോമിനേഷൻ സമർപ്പണം, സൂക്ഷ്മ പരിശോധന, പത്രിക പിൻവലിക്കൽ തുടങ്ങി ഒരു പൊതുതെരഞ്ഞെടുപ്പിന്റെ കെട്ടും മട്ടും ഭാവത്തിലും നടന്ന തെരഞ്ഞെടുപ്പിൽ കുട്ടികൾ വളരെ ആവേശത്തോടെയാണ് തങ്ങളുടെ വോട്ടവകാശം വിനിയോഗിച്ചത്. ഇതൊരു പുതിയ അനുഭവമാണെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. അപ്പോൾ നമ്മുടെ തില്ലങ്കേരി സ്കൂളിലെ ഇലക്ഷനാണ് ഇപ്പോൾ നടക്കുന്നത്. സാധാരണ ഇലക്ഷൻ പോലെ തന്നെ ആണ് ഇവിടെ ഓരോ ഘട്ടങ്ങളായിട്ട് തന്നെയാണ് നടക്കുന്നത്. ഇതുവരെ നമുക്കങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. ഇതിപ്പം നമ്മുടെ സ്കൂളിൽ രണ്ടാമതായിട്ടാണ് ഇതുപോലൊരു ഇലക്ഷൻ നടക്കുന്നത്. എല്ലാം അതിൻ്റെ രീതിയിൽ തന്നെയാണ് നടക്കുന്നത്. കുട്ടികളിൽ ജനാധിപത്യ ബോധം വളർത്തുന്നതിനും അതുവഴി പൊതുതെരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങളെക്കുറിച്ച് അവബോധം ഉണ്ടാക്കുന്നതിനുമാണ് ഇത്തരം വ്യത്യസ്ത രീതി അവലംബിച്ചതെന്ന് ഹെഡ്മാസ്റ്റർ P. വിനോദ് കുമാർ പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ എന്നുള്ള കുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കുന്നത്. പക്ഷെ എന്താണ് ജനാധിപത്യം എന്നോ എന്താണ് ഇലക്ഷൻ എന്നോ നമ്മുടെ വിദ്യാർത്ഥികൾ അറിയുന്നില്ല. അവർ 18 വയസ്സ് പൂർത്തിയായി വോട്ട് ചെയ്യാൻ സമയത്ത് മാത്രമേ ഇതിനെക്കുറിച്ച് ബോധം വരുള്ളൂ. അപ്പോൾ ക്ലാസ്സുകളിൽ തന്നെ ഇത് പഠിപ്പിക്കുമ്പോൾ അത് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ നടക്കുന്ന ഇലക്ഷൻ്റെ രീതി എന്താണെന്ന്
ക്ലാസ്സുകളിൽ വെച്ചിട്ട് തന്നെ നമുക്കിവിടെ സ്കൂൾ പാർലമെൻറ്റ് ഇലക്ഷൻ ആ രീതിയിൽ തന്നെ നടത്താനാണ് നമ്മൾ തീരുമാനിച്ചത്. നമ്മുടെ സ്റ്റാഫിൽ ഇത് ചെയ്തപ്പോൾ അധ്യാപകരൊക്കെ നമ്മൾ യോജിക്കുകയും അതിൻ്റെ ഫലമായിട്ട് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടങ്ങൾ എന്താണോ ആ ഓരോ ഘട്ടങ്ങളും തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം, സ്ഥാനാർത്ഥി നിർണ്ണയം ഇതൊക്കെ കഴിഞ്ഞുകൊണ്ട് തന്നെ കൃത്യമായി നമ്മൾ നടത്തിയിട്ടുണ്ട്. ഇന്ന് ആ യഥാർത്ഥ ഓരോ ഘട്ടങ്ങൾ നടത്തിക്കൊണ്ടുള്ള ഇലക്ഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കുട്ടികൾ യഥാർത്ഥ ജനാധിപത്യ ബോധത്തെക്കുറിച്ചും ആ വോട്ടിങ്ങിൻ്റെ ഓരോ രീതിയെക്കുറിച്ചും മനസ്സിലാക്കുന്നതിന് ഇത് ഉപകരിക്കും. അധ്യാപകരായ ആർ കലേഷ്, എം സജു, ടി അനുപമ, യു നബീസ, കെ കെ രജിഷ, എ ഹിമ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. വിളക്കോട് ഗ്ലോബൽ ഇന്ത്യ പബ്ലിക് സ്കൂളിൽ തെരഞ്ഞെടുക്കപ്പെട്ട സ്കൂൾ പാർലമെന്ററി അസംബ്ലി മെമ്പർമാരുടെയും ഹൗസ് ക്യാപ്റ്റന്മാരുടെയും ഇൻവെസ്റ്റിച്ചർ സെറിമണി നടത്തി. വിളക്കോട് ഗ്ലോബൽ ഇന്ത്യ പബ്ലിക് സ്കൂളിൽ തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂൾ പാർലമെന്ററി അസംബ്ലി മെമ്പർമാരുടെയും ഹൗസ് ക്യാപ്റ്റന്മാരുടെയും ഇൻവെസ്റ്റിച്ചർ സെറിമണി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു. ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വേലായുധൻ മുഖ്യാതിഥിയായി. ചടങ്ങിൽ അമേരിക്കയിലെ ഇന്ത്യാന യൂണിവേഴ്സിറ്റിയിൽ 3 കോടിയുടെ സ്കോളർഷിപ്പ് നേടിയ ജിപ്സ് എൻട്രൻസ് അക്കാദമിയിലെ പൂർവ്വ വിദ്യാർത്ഥിനിയും വിളക്കോട് സ്വദേശിനിയുമായ സങ്കീർത്തനയ്ക്കുള്ള ഉപഹാര സമർപ്പണവും വിദ്യാർത്ഥികളുടെ വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും നടന്നു. പ്രിൻസിപ്പാൾ ബെന്നി TC, സ്റ്റാഫ് സെക്രട്ടറി സ്റ്റെഫി തമ്പി, സ്കൂൾ ഡയറക്ടർ റഷീദ് KV, അഡ്മിൻ മുബഷിർ M, PTA പ്രസിഡന്റ് വിപിൻ ഫ്രാൻസിസ്, വൈസ് പ്രസിഡന്റ് രജീഷ് K, മദർ PTA പ്രസിഡന്റ് റസ്മിന ഫിറോസ്, പ്രമീത് MN തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. ചരമം. ഇരിട്ടി കീഴുള്ള പാനേരി മൊയ്തു അന്തരിച്ചു. 69 വയസ്സായിരുന്നു. ഭാര്യ സുബൈദ. മുനീർ, ജംഷീർ, നൌഫൽ, പോക്കൂട്ടി, ഉബൈദ്, ഷംസീർ എന്നിവർ മക്കളാണ്. കേളകമില്ലിമുക്കിലെ കുളങ്ങരക്കുഴിയിൽ പരേതനായ കുട്ടപ്പൻ്റെ ഭാര്യ പാപ്പി അന്തരിച്ചു. 100 വയസ്സായിരുന്നു. സോമൻ, സുകുമാരൻ, തങ്കപ്പൻ, മോഹനൻ, സരസു, പരേതരായ മണി, രാജമ്മ എന്നിവർ മക്കളാണ്. സംസ്കാരം വെള്ളിയാഴ്ച വീട്ടുവളപ്പിൽ. വിപണി. റബ്ബർ ഗ്രേഡ് 4 കിലോയ്ക്ക് ഇരിട്ടി 241, പേരാവൂർ 240, കൊട്ടിയൂർ 240. റബ്ബർ ലോട്ട് ഇരിട്ടി 225, പേരാവൂർ 230, കൊട്ടിയൂർ 230. ഒട്ടുപാൽ ഇരിട്ടി 140, പേരാവൂർ 145, കൊട്ടിയൂർ 145. കുരുമുളക് ഇരിട്ടി 620, പേരാവൂർ 630, കൊട്ടിയൂർ 630. കോട്ടടയ്ക്ക ഇരിട്ടി 320, പേരാവൂർ 325, കൊട്ടിയൂർ 320. നീ വന്നു പത്തരമാറ്റിൻ സ്വർണ്ണച്ചേലിൽ ഒരുങ്ങി നരിത്തൂക്കിൽ ജ്വല്ലേഴ്സ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പേരാവൂർ ആൻഡ് കേളകം. സ്വർണം ഗ്രാമിന് 6350, വെള്ളി 10 ഗ്രാമിന് 850. പ്രധാന വാർത്തകൾ വീണ്ടും. വയനാട് മുണ്ടക്കൈ ദുരന്തഭൂമിയിലെ ദൗത്യത്തിനു ശേഷം സൈന്യം മടങ്ങി. അടക്കാത്തോട് കൈലാസംപടിയിൽ ഭൂമിയിൽ വിള്ളൽ സംഭവിച്ചതിനെ തുടർന്ന് അപകട ഭീഷണിയായ കുടുംബങ്ങളെ ശാശ്വതമായി പുനരധിവസിപ്പിക്കണമെന്നും നഷ്ടപരിഹാരം നൽകുന്നതടക്കമുള്ള നടപടി വേഗത്തിലാക്കണമെന്നും അഖിലേന്ത്യാ കിസാൻ സഭ. റോഡിലേക്ക് മറിഞ്ഞു വീണ അപകട ഭീഷണി തീർത്ത മരം മുറിച്ചുമാറ്റി. ചാണപ്പാറയിലെ അപകടക്കെണിയൊരുക്കിയ കുഴികൾ നികത്തി. നടപടി ഹൈവിഷൻ വാർത്തയെ തുടർന്ന്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.